ഹായ് ഫ്രണ്ട്സ്, ഷജീസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. തീർച്ചയായും ഞാൻ ഒരു ഷോർട്സ് ചെയ്തിരുന്നു, നമ്മുടെ 1 മിനിറ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലേ. എന്താണ് ഈ പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് നോക്കാം. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് 1 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡൗട്ടിൻ്റെയും ഒരു ക്ലാരിറ്റി കുറവിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസമില്ലായ്മയുടെയും ഒന്നും പ്രശ്നം ഉദിക്കുന്നില്ല. ഓൺലി 1 മിനിറ്റ് അല്ലേ. അപ്പം ഈ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് നടക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം വളരെ ക്ലാരിറ്റിയിൽ നമ്മളത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ആയിരിക്കാം, ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷനോ എന്താണോ, മണി ആയിരിക്കാം, ചിലപ്പോൾ എന്താണെങ്കിലും അത് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾ കൊണ്ടുവരിക. ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ടുന്ന ഒരു ആഗ്രഹം നിങ്ങൾ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കൊരു ജോബ് വേണം, മനസ്സിലായോ? നിങ്ങൾക്കൊരു ജോബ് വേണം. നിങ്ങൾ അതിന് CV യും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു. നിങ്ങൾ അങ്ങനെ റെഡി ആയിട്ട്, നിങ്ങൾക്ക് അറിയത്തില്ല അത് കിട്ടുമോ ഇല്ലയോ, നമുക്ക് ഭയങ്കര ഡൗട്ടൊക്കെ ആയിരുന്നു. ഞാൻ ചുമ്മാ അയച്ചെന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോബാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഒരു 5 ടൈംസ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് നിങ്ങളുടെ മൈൻഡൊക്കെ കാമാക്കി നിങ്ങൾ ഇരിക്കുവാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജോബിൻ്റെ ആൾക്കാർ, ഈ ജോബിൻ്റെ എംപ്ലോയേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തു, മെയിൽ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ കോൾ ആയിരിക്കാം, ഏത് രീതിയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പം ഈ ജോബിൻ്റെ എംപ്ലോയേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്തു, നമ്മളെ ക്ഷണിക്കുന്നു, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ, എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ചെയ്യുന്നു. വളരെ കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ആ ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ്. അത് അറ്റൻഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂവിന് നമ്മൾ വിചാരിച്ചതിൽ അപ്പുറമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ എംപ്ലോയേഴ്സ് പറയുന്നു, നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്നു, നമ്മൾ വിടുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ മെയിൽ വരുന്നു, നമ്മൾ അപ്പോയിൻറ്റഡ് എന്ന് നമ്മളോട് പറയുന്നു. വാവ്, എന്താ ഒരു ഫീലിംഗ് അല്ലേ. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ആ 1 മിനിറ്റ്, ഓൺലി 1 മിനിറ്റ്, അത് നമ്മളത് കിട്ടിയതായിട്ട്, കിട്ടിക്കഴിഞ്ഞപ്പോഴുള്ള ആ നമ്മുടെ ഫീലിംഗ് നമ്മളതവിടെ കൊണ്ടുവന്നു. അത്രയും ഹാപ്പിനെസ്സിൽ നമ്മൾ ആ 1 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം സക്സസ്സും കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ 1 മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ പരീക്ഷിക്കുക, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയ എമൗണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക. കാരണം വെച്ചാൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് നമ്മൾ വലിയ എമൗണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സ് വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ടിലേക്ക് ആദ്യം നമ്മൾ അത് കിട്ടിയതായിട്ടും അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടും നമ്മൾ പോയി ആ ക്യാഷ് എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നു, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അത് വെച്ച് ചെയ്യുന്നു എന്നുള്ള തോട്ടുകൾ ആ 1 മിനിറ്റിൽ മാക്സിമം ആ ഹാപ്പി ആയിട്ടുള്ള തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വരുന്നു, നമ്മൾ ശരിക്കും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിലേക്കുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകാം. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നതായിട്ടും ആ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ ആ 1 മിനിറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. കൂടുതൽ സമയം നിങ്ങൾ എടുക്കല്ലേ, കാരണം 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ പല ചിന്തകളും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ശരിക്കും പവർഫുൾ ആകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം 1 മിനിറ്റ് മതി. 1 മിനിറ്റ് മാത്രം നിങ്ങൾ ചെയ്യുക. മാക്സിമം 1 മിനിറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ 1 മിനിറ്റിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഷോപ്പിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. ആ ഷോപ്പ് എന്ത് ഷോപ്പാണ്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ എന്ത് ഷോപ്പാണ് നമ്മൾ തുടങ്ങുന്നതിന്. അപ്പം ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടും അവിടേക്ക് ആളുകൾ ഡെയിലി നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നതായിട്ടും ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയിട്ട് ഫീഡ്ബാക്ക് പറയുന്നതായിട്ടും ഒക്കെ
നിങ്ങൾ ആ 1 മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഒരു വീട് വെക്കാനാണ് അല്ലെങ്കിൽ വീട് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നവരെങ്കിൽ അതിനെക്കുറിച്ച്, ആ വീട് വാങ്ങുന്നതായിട്ടും അതിന് പോയിട്ട് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുന്നതായിട്ടും പ്രമാണം എഴുതുന്നതായിട്ടും അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അപ്പോൾ ആ വീട്ടിൽ ജീവിക്കുന്നതായിട്ടും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ അനുഭവിച്ചറിയുക, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ 1 മിനിറ്റ് വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മൾ ഇത്രയും പവർഫുള്ളായിട്ട്, നമ്മൾ ഇത്രയും ഹൈലി എനർജറ്റിക് ആയിട്ട് നമ്മൾ ഈ 1 മിനിറ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയിലായിരിക്കുമല്ലോ, ഭയങ്കര ഹാപ്പിയിലായിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത്രയും ഒരു ഹാപ്പിനെസ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്ന ആ ഹൈ ഫ്രീക്വൻസി വേവ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ പ്രപഞ്ചം മൊത്തവും നമുക്ക് അത് വ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രപഞ്ചശക്തി ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ അത് വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ സംഭവങ്ങളാകാം, ഒരുപാട് കാര്യങ്ങൾ. അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പ്രകൃതിശക്തി നമ്മളിലേക്ക് കണക്റ്റ് ആക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു, 1 മിനിറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിലർ വിചാരിക്കും നാളെ തന്നെ എനിക്കത് സാധിച്ചു കിട്ടും, നാളെ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയാനാ, ഇവർ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നടന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ 1 മിനിറ്റ് മാനിഫെസ്റ്റേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഗോളുകൾ വലിയ ഗോളുകളായിരിക്കും അല്ലേ. ഇപ്പോൾ വീട് വാങ്ങുന്നത് അല്ലെങ്കിൽ കല്യാണം നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ നാളെ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രകൃതിശക്തി കൊണ്ട് തരിക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും ആ സയൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഈ പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, ആ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കപ്പെടും. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, പക്ഷേ അതിന് മുന്നേ ആയിട്ട് തന്നെ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ശരിക്കും. അതിനുള്ള ഈ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തതെങ്കിൽ ആ ജോലിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, ചിലപ്പോൾ പുതിയ അവസരങ്ങൾ, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മൈൻഡിൽ എനിക്ക് നല്ലൊരു CV റെഡിയാക്കണം, എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ മനസ്സിലേക്ക് വരും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവും, ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളിലേക്ക് വരും. ഇങ്ങനെ പല കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുതരും. അതിങ്ങനെ വന്ന് മീൻസ് നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം 100% ഓക്കെ ആകുമ്പോൾ അതവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഒരുപാട് പേര് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുട്ടികൾ ഇല്ലാത്തതിൻ്റെ വിഷമം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുഞ്ഞുണ്ടാവുന്നതും അതിനുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസി എൻജോയ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ആ 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരും. അതായത് ശരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞറിയുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് പ്രഗ്നൻസി നടക്കാത്തതെങ്കിൽ ആ ഫിസിക്കൽ കണ്ടീഷൻ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രപഞ്ചശക്തി കൊണ്ടുതരും. അങ്ങനെ നമുക്ക് അതായത് പടിപടിയായിട്ട് അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ മെയിൻ ഗോളിലേക്ക് നമുക്ക് എത്താനുള്ള കാര്യങ്ങൾ പ്രകൃതിശക്തി നമുക്ക് ചെയ്തു തരും. അതായത് ഈ കാര്യം നടക്കാനുള്ള വഴി യൂണിവേഴ്സിന് മാത്രമേ അറിയാവൂ അല്ലേ. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും നാൾ ഈ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതല്ലേ. അപ്പം അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരും. ഇത് നിങ്ങൾ അപ്പം നമുക്ക് ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മളിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1 മിനിറ്റ് വിഷ്വലൈസേഷൻ കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുക. അതായത് ഒരു 30 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക. ഈ 30 ദിവസത്തിനുള്ളിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് പ്രകൃതിശക്തി, കാരണം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ, വെറുതെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അതിലേക്ക് കുറച്ച് സമയം വേണം അല്ലേ, അതിന് കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. ഇത് ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു 10-15 ദിവസം ഇത് ചെയ്യുമോ, എന്നിട്ട് വിചാരിക്കും ഇതൊന്നും നടക്കുന്നൊന്നുമില്ല, വെറുതെ ഇതൊക്കെ പറയുന്നത്, എന്നിട്ട് അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു 15 ദിവസം എന്ന് പറയുന്നത് പ്രകൃതിശക്തി നമുക്ക് തരുന്ന സമയമാണ്. ചിലപ്പോൾ നെക്സ്റ്റ് 5 ഡേയ്സിലായിരിക്കും ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആദ്യം തൊട്ട് ആ 15 ദിവസം കൊണ്ടുവന്ന ഫുള്ള് നമ്മുടെ എനർജിയും അവിടെ വേസ്റ്റ് ആയി അല്ലേ.
പിന്നെ നമ്മൾ വേണമെങ്കിൽ പിന്നെ നമ്മൾ ഒന്നേം തുടങ്ങണം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്നവരെ നിങ്ങൾ ആ വിഷ്വലൈസേഷൻ 1 മിനിറ്റല്ലേ ഉള്ളൂ, 24 hours ഉണ്ട്. അതിനകത്ത് 1 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നവരെ നിങ്ങളത് പ്രാക്ടീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, ഇത് ഏത് സമയം ചെയ്യണമെന്ന്. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മൈൻഡ് കാമായിരിക്കാൻ പറ്റുന്ന ഒരു സമയം ഏതാണോ ആ സമയത്ത് വേറെ ഡിസ്റ്റർബൻസും ഒന്നുമില്ലാതെ നമുക്ക് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഏതാണോ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. അത് ഇന്ന സമയം എന്നൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ബെഡിൽ എന്താണെങ്കിലും കുറച്ച് സമയം നമ്മൾ ഇരിക്കുമല്ലേ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നമുക്ക് അത്രയും നല്ല ഉറക്കം തന്നതിന്, പിറ്റേന്ന് നമുക്ക് നല്ല രീതിയിൽ ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നന്ദി. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയല്ലേ. ആ പറയുന്ന സമയത്ത് തന്നെ ആ നമ്മുടെ ഫോൺ എന്താണെങ്കിലും തൊട്ടടുത്തുണ്ടാവും അല്ലേ എല്ലാവരുടെയും. അതിൽ 1 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതങ്ങോട്ട് അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യുക. 1 മിനിറ്റല്ലേ ഉള്ളൂ. അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഇനി അത്രയ്ക്ക് ബിസിയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാത്തവർ എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും സ്വസ്ഥമായി ഇരുന്നിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടല്ലേ. അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 1 മിനിറ്റ് അലാം സെറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇനി എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ. എത്ര പ്രാവശ്യം എന്നൊന്നുമില്ല കേട്ടോ. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മിനിമം ഒരു 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മാക്സിമം ഒരു 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇനി 3-ൽ കൂടുതൽ പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം വിഷ്വലൈസ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടപ്പെടും. എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നു അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വലിയ ഡിഫിക്കൽട്ടി ഉള്ള കാര്യമൊന്നുമല്ല. ഒരു 1 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അല്ലേ. നമുക്ക് കിട്ടുന്ന ഗോളാണെങ്കിലോ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഗോളാണ് അല്ലേ. 1 മിനിറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കൂടി കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.